അങ്ങനെ പത്മജ വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് മോഹവും അസ്തമിച്ചിരിക്കുകയാണ്. അത് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് BJP നേതൃത്വം. കരുണാകരന്റെ മകൾ BJPയിൽ ചേർന്നു എന്ന് പറയാൻ, ഈ രാജ്യം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം പാർട്ടിയിലെടുത്ത പത്മജയ്ക്ക് ഇതുവരെ ഒന്നും BJP നൽകിയിട്ടില്ല. അൽഫോൺസ് കണ്ണന്താനത്തെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കിയ BJP, എന്തിനേറെ മരം ചാടി അബ്ദുള്ളക്കുട്ടിയെ പിടിച്ച് ദേശീയ വൈസ് പ്രസിഡന്റാക്കിയ BJP നേതൃത്വം പത്മജയെ എന്തൊക്കെയോ തരാമെന്നും പറഞ്ഞ് കൊതിപ്പിച്ച് നിർത്തുകയായിരുന്നു ഇതുവരെ. ഇപ്പോഴിതാ കൊടുക്കാമെന്ന് പറഞ്ഞ തൃശൂർ സീറ്റും പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. തൻ്റെ പിതാവ് അന്തിയുറങ്ങുന്ന മണ്ണ് എന്നും പറഞ്ഞ് 10 കൊല്ലത്തിലേറെയായി തൃശൂരും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് പത്മജ. കരുണാകരന്റെ മകളല്ലേ എന്നും പറഞ്ഞ് കോൺഗ്രസ് കൊടുത്ത സീറ്റിൽ തോറ്റു തുന്നമ്പാടി എന്ന് മാത്രമല്ല, ജീവിതം മൊത്തം സൗഭാഗ്യങ്ങൾ തന്ന കോൺഗ്രസിനെ വഞ്ചിച്ചുകൊണ്ട് തൻ്റെ പിതാവ് ഏറ്റവും അധികം എതിർത്ത BJPയുടെ കൂടെ പോയി ചങ്ങാത്തം കൂടി അവിടെയും തോൽക്കുമെന്നുറപ്പിച്ചപ്പോഴാണ് അവരും സീറ്റ് നൽകാൻ ഇപ്പോൾ മടിച്ചിരിക്കുന്നത്. അതായത് വഞ്ചിക്കുന്നവർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇനി ഏത് പാർട്ടിയെന്നോ കുടുംബമെന്നോ ഇല്ല. അവർ വഞ്ചിക്കാൻ തന്നെ ജനിച്ചവരാണ്. കുടുംബത്തെ വഞ്ചിച്ചവർക്ക് എന്ത് പാർട്ടി, അത് BJP എന്ന് കണക്കില്ല, ആരെയും അവർ വഞ്ചിക്കും. അതുകൊണ്ട് തൃശൂർ സീറ്റ് നല്ല അന്തസ്സുള്ള IAS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിന് നൽകാനാണ് ഏകദേശ ധാരണയായിട്ടുള്ളത്. തൃശൂർ അല്ലെങ്കിൽ ഒല്ലൂർ സീറ്റിൽ നിന്നാകും BJP സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുക എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും ആത്മാഭിമാനവും അന്തസ്സുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റവും സാധ്യതയുള്ള തൃശൂരിൽ തന്നെയാണ് അദ്ദേഹത്തിന് നേതൃത്വം സാധ്യത കൽപ്പിക്കുന്നത്. തൃശൂർ കേന്ദ്രീകരിച്ച് ജേക്കബ് തോമസ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇത് പ്രാദേശിക തീരുമാനമല്ല, സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജേക്കബ് തോമസ് തൃശൂരിലേക്ക് കളം മാറ്റിയത്. തൃശൂരിൽ സ്ഥിരതാമസമാക്കാൻ ഉടൻ വീട് വാങ്ങും എന്നറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജേക്കബ് തോമസ് തൃശൂർ ജില്ലയിൽ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ജനവിധി തേടിയിരുന്നു. എങ്കിലും അതൊരു കന്നി മത്സരമായിരുന്നു, ഒരു ട്രയൽ മാത്രമായിരുന്നു. പക്ഷേ ഇത്തവണ BJP വോട്ടുകൾക്ക് പുറമെ ക്രൈസ്തവ വോട്ടുകളും കൂടിയാൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണ് അവർ നോക്കുന്നത്. അതിന് ഒരേ ഒരു ഓപ്ഷൻ തൃശൂർ മാത്രമാണ്. സീറോ മലബാർ സഭ അംഗമാണ് ജേക്കബ് തോമസ്. പത്മജ വേണുഗോപാലിന്റെയും പേരി മണ്ഡലത്തിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നെങ്കിലും പൊതുസമ്മതൻ എന്ന നിലയിൽ ജേക്കബ് തോമസിനോട് അവിടെ മത്സരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം. കഴിഞ്ഞ തവണ തൃശൂർ മണ്ഡലത്തിൽ ആകെ 946 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CPIയിലെ P ബാലചന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഇതേ പത്മജയോട് വിജയിച്ചത്. അന്ന് 3ാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി. എങ്കിലും 3806 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ CPIയുമായി, അതായത് ജയിച്ച CPIയുമായി BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായത് പറയുന്നത് 40,457 വോട്ടുകൾ BJP സ്ഥാനാർത്ഥി തൃശൂർ മണ്ഡലത്തിൽ നേടി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമാണത്. എന്നാൽ മന്ത്രി K രാജൻ മത്സരിച്ച് വിജയിച്ച സീറ്റാണ് ഒല്ലൂർ. അവിടെ BJPയുടെ പ്രമുഖനായ B ഗോപാലകൃഷ്ണൻ മത്സരിച്ചുവെങ്കിലും 20,000 വോട്ടുകൾ മാത്രമാണ് അവിടെ നേടാൻ കഴിഞ്ഞത്. അപ്പോൾ ജയിക്കണമെങ്കിൽ തൃശൂർ സീറ്റിൽ തന്നെ പയറ്റി നോക്കണം. അതിന് ജേക്കബ് തോമസ് തന്നെയാണ് നല്ല സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ കോട്ടയായ തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ എല്ലാം 1/4 നൂറ്റാണ്ട് MLA ആയിരുന്ന ഒരു മണ്ഡലത്തിൽ 2 തവണയാണ് ഈ പത്മജ തോറ്റു തൊപ്പിയിട്ടത്. ഇനി BJPയിൽ വന്നാലും ഇത് തന്നെയാണ് അവരുടെ ഗതി എന്ന് മനസ്സിലാക്കിയതോടെ ഒരു തവണ കൂടി പത്മജയെ അങ്ങ് മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് BJP നേതൃത്വം. അത്രയേ ഉള്ളൂ പത്മജ. കോൺഗ്രസിൽ നിന്നും കിട്ടിയ ബഹുമാനം അത് കരുണാകരന്റെ മകളായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് അതിനെ ബഹുമാനിച്ചപ്പോൾ BJP അതിനെ ഒരു ദിവസത്തേക്ക് ഉപയോഗിച്ചു എന്ന് മാത്രം.